ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മെമ്പർഷിപ്പിൽ ഒരു കിടുക്കാച്ചായിട്ട് വിട്ടിട്ടുണ്ട് മക്കളെ. എല്ലാവരുടെയും കിള്ളി പറത്തുന്ന നൈറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക, ആ വീഡിയോസ് കാണുക, നിങ്ങളുടെ തരിപ്പിലുള്ള കിളികളൊക്കെ പറത്തി വിടുക. അപ്പോൾ ഞാൻ പറഞ്ഞതായ രീതിയിൽ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ച സാധനം കിട്ടത്തില്ല. പക്ഷെ ഞാൻ കരുതുന്നതും നിങ്ങൾ കരുതുന്നതും സെയിം ആണെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിച്ച് വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സ്വന്തം മാഷിന്റെ കൂടെ പോയ രശ്വതി എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ്. നമുക്ക് നേരെ ആദ്യം മുതലേ ഉള്ള കഥയിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ അശ്വതി ആദ്യം തന്നെ +2 കഴിഞ്ഞ് ഡിഗ്രിയിലോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണ്. അത് ബാംഗ്ലൂരിലായിരുന്നു അവൾ ജോയിൻ ചെയ്തത്. അങ്ങനെ അവൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ള കൂട്ടത്തിലും അത്യാവശ്യം നല്ല കണ്ണും ഒക്കെ തന്നെ അവളുടെ ഓരോ കാര്യങ്ങളും അട്രാക്റ്റീവ് ആയിരുന്നു. നല്ല കളറും നല്ല ചുണ്ടും ഒക്കെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓള് രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ച് ഉറക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ചൊന്ന് മാനേജ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഓളൊരു കഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗന്ദര്യം, എല്ലാവർക്കും അവളെ നോട്ടുണ്ടായത് കൊണ്ട് തന്നെ ക്ലാസ്സിലും കോളേജിലും സീനിയേഴ്സിനും ആർക്കും തന്നെ ടീച്ചേഴ്സിനെ പോലും അവൾ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നല്ല, അവളെ മുമ്പിൽ നല്ല രീതിയിൽ അഭിനയിച്ച് പിറകിൽ നിന്നും അവളെ കുത്തുന്നത്. അതായത് അവൾ അത്രക്ക് സൗന്ദര്യമായിരുന്നു. അവളുടെ ആടുത്തെ മാഷിന് പോലും അവളോട് ഒരു പ്രണയമായിരുന്നു. അതുകൊണ്ടായിരുന്നു ടീച്ചേഴ്സിന് ഇഷ്ടമല്ലാത്തത്. അവളുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. കാരണം അത്രക്ക് അട്രാക്റ്റീവ് ആയിരുന്നു അവളെന്ന് പറയുന്നത്. നല്ല പിങ്ക് ചുണ്ടും നല്ല ഐബ്രോസും നല്ല ഐലാഷസും, ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നത്തില്ല. നല്ല സിൽക്കി. അവളെന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ നല്ല വെള്ളയായിരുന്നു. ആൺപിള്ളേർക്ക് വെള്ളം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കളറുണ്ടെങ്കിൽ ഒരു രുചിയും, അങ്ങനെയാണ് അവരൊക്കെ വിചാരം. അങ്ങനെ അവൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ അവൾക്ക് ക്ലാസ്സിലൊന്നും ആരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. ആരെന്ന് വെച്ചാൽ ഒരാൾ പോലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. എല്ലാ ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക്. അതായത് മുമ്പിൽ നിന്നും മാത്രം നല്ല ചിരി, പിറകിൽ നിന്നും എന്തൊക്കെയോ പോലെ. അതായത് അവളുടെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവളില്ലാണ്ട് വേറൊരു ഗ്രൂപ്പും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൾക്ക് ഒരു ഐഡിയ തോന്നി. അതായത് ഇവളെ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട്. അദ്ദേഹത്തിന് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഭയങ്കര വെച്ചാൽ എന്തോ ഇഷ്ടമായിരുന്നു. വിഷ്ണു എന്നായിരുന്നു ആ മാഷിന്റെ പേര്. അങ്ങനെ ഇവൾ വിചാരിച്ചു വിഷ്ണു മാഷിനോട് ഇതൊക്കെ പറയാം. എന്താന്ന് വെച്ചാൽ അവളുടെ വിഷമൊക്കെ പറയാം എന്ന് വിചാരിച്ചു. കാരണം അയാൾ മാത്രമായിരുന്നു ഇവരോട് നേരെ സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നത്. ഇവള് പറയാൻ നേരം തന്നെ ഇവൾക്ക് ഒരാഴ്ച ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവനും ഇയാളുടെ വായിൽ ഇവളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, അദ്ദേഹം എന്തുണ്ടെങ്കിലും ഇവളെ പേര് മാത്രമേ വിളിക്കൂ. ബോർഡിൽ എന്ത് എഴുതിയെങ്കിലും എക്സാമ്പിൾ ആയാലും ഇവളെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇവൾക്ക് പിന്നെ വിഷ്ണു സാറിനെ കാണുന്നത് തന്നെ എന്തൊക്കെയോ പോലെ, അതായത് ഒരു നാണക്കേടും അയാളോട് ഒരു ഇഷ്ടം. അദ്ദേഹം പേര് വിളിച്ച് തന്നെ അവൾക്ക് അയാളോടൊരു ഇഷ്ടവും ഒരു അട്രാക്ഷനും ഒക്കെ തോന്നാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ ആരുമില്ല. അവളാണെങ്കിൽ എല്ലാവരും പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് ഇയാളെ ഒന്ന് കയ്യിലെടുത്താൽ കൊള്ളാമായിരുന്നു. കാരണം ഇദ്ദേഹം നടക്കുന്നത് കുറച്ച് മെച്യൂരിറ്റിയും ഇദ്ദേഹം ഇവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവൾക്ക് ഈ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാം എന്നൊരു തോന്നൽ ഇവളുടെ മനസ്സിൽ വന്നു. അപ്പൊ തന്നെ ഇവൾ എന്താക്കി, നേരെ ഈ മാഷി വിചാരിക്കുന്നത് പോലെ തന്നെ മാഷിന് ഇവളെ കിട്ടാൻ തുടങ്ങി. അതായത് ഇവള് നല്ല രീതിയിൽ വഴങ്ങി വരാൻ തുടങ്ങി. സ്റ്റാഫ് റൂമിലൊക്കെ ഒറ്റയ്ക്ക് മാഷിന്റെ അടുത്ത് ഓരോ ഡൗട്ടും ഒക്കെ. മാഷിന്റെ ആണെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു ഇവളെന്ന് പറയുന്നത്. മാഷിന്റെ കണ്ണില് ഇവളോട് ഇഷ്ടവും ഒന്നും തന്നെ ആയിരുന്നില്ല. മാഷിന്റെ കണ്ണിൽ ഇവളെ ഒന്ന് രാത്രി കിട്ടണം എന്നുള്ള മാത്രമായിരുന്നു ഈ മാഷിന്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ ആരും തന്നെ സെറ്റായില്ല. അങ്ങനെ ഒടുവിൽ സെറ്റാകുന്നതായിരുന്നു ഇവളെന്ന് പറയുന്നത്. കാരണം ഇവളെ നമുക്കറിയാലോ, ഇവളെന്ന് പറയുന്നത് കാണാൻ സുന്ദരിയാണ്, സിൽക്കി ഹെയറാണ്, നല്ല മുടിയാണ്, ആര് കണ്ടാലും അട്രാക്റ്റീവ് ആവും. അങ്ങനത്തെ മാഷിന് ഒരു ഗോൾ അടിച്ചതുപോലെ. അതായത് കാര്യം വൈകി വന്നാൽ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് മാഷിനെ പറയുന്നത്. ഇവളൊന്ന് കിട്ടിയാൽ മതി. കാരണം ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെന്ന് ഈ കാലത്തൊന്നും ഒരാൾക്കും കിട്ടില്ല. ഇദ്ദേഹം എത്ര ട്രൈ ചെയ്തിട്ട് ഒരു പെൺകുട്ടി പോലും വീയില്ല എന്നറിഞ്ഞിട്ടും പെട്ടെന്നായിരുന്നു ഇവളുടെ വരവ്. ഇവൾക്ക് നടന്നത് അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരില്ല. അതായത് ഈ മാഷിന്റെ ഒക്കെ പോകരുത്, ഈ മാഷ് അങ്ങനെയുള്ള മാഷാണ്, നമുക്ക് പണ്ട് തൊട്ടേ അറിഞ്ഞതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവൾക്ക് ആരുമില്ല. പക്ഷെ ഇവൾക്ക് അതൊന്നും പ്രശ്നമല്ല.
ഇനി ഇയാളെ റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചാലും ഇവൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവൾക്ക് അദ്ദേഹത്തെ ഒന്ന് പിടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാനും തയ്യാറാണ്. അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇവളുടെ ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ എന്താഗ്രഹവും അവൾ യെസ് പറയും. അതായിരുന്നു ഇവളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവളാണെങ്കിൽ പ്യൂർ നല്ല ഫ്രഷ് പെണ്ണായിരുന്നു. ഒരു ആൺകുട്ടികൾ പോലും ഇന്നേ വരെ തൊടാത്ത പെണ്ണ്. പക്ഷെ വേറൊരു കാര്യം പറയാം, എന്തായാലും ഈ മാഷി ഇവളെ പ്ലക്കിയിട്ടേ വിടത്തുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ ഈ മാഷിന് ഒരു അവസരം വരികയാണ്. അതായത് ആ കോളേജിൽ ആനുവൽ ഡേ ആയിരുന്നു. അങ്ങനെ അതുവരേക്കും മാഷി ഇവളുടെ മെസ്സേജ് ഇവളെ ഒന്ന് കൺവിൻസ് ചെയ്തു. അതായത് മാഷിനി ഇവളോടൊരു സ്നേഹമാണ്, അങ്ങനെയാണ്, ഇവളെ മാഷ് പ്രൊട്ടക്റ്റ് ചെയ്യും, മാഷ് പറയുന്നത് പോലെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ മാഷ് അവളെ എത്തിക്കുകയാണ്. ഈ പൊട്ടിപ്പെണ്ണാണെങ്കിൽ അദ്ദേഹത്തെ അവർ വിശ്വസിച്ചും ചെയ്തു. പക്ഷെ അവൾക്ക് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ഇനി അവളെ പീഡിപ്പിച്ചാലും അവൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന് ഉറപ്പായി എന്തായാലും ഇവളെനിക്ക് കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ ആനുവൽ ഡേന്റെ അന്ന് രാത്രി, അതായത് എല്ലാവരും വീട്ടിൽ പോകുന്ന ടൈം ഇവൾക്ക് മാത്രം പോവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഇവള് വേഗം പോയത് വിഷ്ണുവിന്റെ ആയിരുന്നു. അങ്ങനെ വിഷ്ണു സാറിനോട് പറഞ്ഞു, വിഷ്ണു സാറേ, അവള് വിഷ്ണു എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു എന്നെ കൊണ്ടുവിടാൻ ആരുമില്ല. അപ്പൊ തന്നെ മാഷിന്റെ മനസ്സിൽ ആ ഒരു ലഡ്ഡു പൊട്ടി. ആ ദിലീപിന്റെ ഫിലിമിലൊക്കെ ലൈറ്റ് പോകുന്നില്ലേ, അതേപോലെ മാഷിന്റെ മനസ്സിൽ അങ്ങോട്ട് ലൈറ്റ് പോയി. അതായത് ഇത് പറ്റിയ അവസരം. മാഷാണെങ്കിൽ നല്ല മൂഡിലായിരുന്നു. കാരണം അവിടെയുള്ള പെൺകുട്ടികളും ഒക്കെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് തുള്ളി ഡാൻസ് കളിച്ചതായിരുന്നു ഈ മാഷിൻ്റെതും എല്ലാവർക്കും അറിയാമെങ്കിലും ഇദ്ദേഹം അത്യാവശ്യം നല്ല മസിലും നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഗേൾസും കുറച്ചൊക്കെ ഇദ്ദേഹത്തിന് വിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഷർട്ടും ഒക്കെ തന്നെ നനഞ്ഞ് വയർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബൈക്കുണ്ട്, നമുക്ക് ബൈക്കിൽ ഒപ്പരം പോവാം. അങ്ങനെ അവളെ പറഞ്ഞു, എന്തിനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നിന്നെ എവിടെ ഇറക്കണ്ടേ? അപ്പൊ പറഞ്ഞു, എൻ്റെ ചങ്ങായിയുടെ റൂമുണ്ട്, അവിടേക്ക് ഇറക്കിയാൽ മതിയെന്ന്. അങ്ങനെ അവൾ എന്താക്കി, അവളുടെ ചങ്ങായി, ഞാൻ പറഞ്ഞല്ലോ ചങ്ങായി ഉണ്ട്, പക്ഷെ ഫ്രണ്ടിൽ നിന്നും നേരെ ബാക്കിൽ നിന്നും കുത്തുന്ന. അങ്ങനെ അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒറ്റൊരു ചങ്ങായി ഉണ്ടായിരുന്നു, അസിക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ റൂമിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമിലോട്ടേക്ക് പോവാനുള്ള ഏർപ്പാടിലായിരുന്നു. അങ്ങനെ ഇവൾ വേഗം തന്നെ ആ ബൈക്കിൽ കയറി ആ വിഷ്ണുവിന്റെ അടുത്തൊന്നിരിക്കുമ്പോൾ തന്നെ വിഷ്ണുവിന്റെ ലഡ്ഡു എല്ലാം ഒന്ന് പൊങ്ങി. വിഷ്ണുവിന് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. വിഷ്ണു പറഞ്ഞു, അതെ, എന്താന്ന് വെച്ചാല് ഭയങ്കര വേർപ്പ്, എനിക്ക് എന്തായാലും റൂമിൽ പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നമുക്ക് വേഗം പോയി റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നാലോ. പക്ഷെ ഇവൾക്ക് ആദ്യം തന്നെ കത്തിയില്ല. അവള് പറഞ്ഞു, ആ ഓക്കെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ, ഞാൻ റൂമിന്റെ പുറത്തിരിക്കാം. ഓക്കെ എന്ന് പറഞ്ഞു. റൂമിന്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റൂമിന്റെ പുറത്തിരിക്കാണ്, എനിക്ക് പേടിയാണ്, എന്തായാലും നീ എന്റെ കൂടെ വന്നല്ലേ, നിന്റെ സുരക്ഷ ഞാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന് ഉറപ്പായി എന്തായാലും ഇവളെനിക്ക് കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ ആനുവൽ ഡേന്റെ അന്ന് രാത്രി, അതായത് എല്ലാവരും വീട്ടിൽ പോകുന്ന ടൈം ഇവൾക്ക് മാത്രം പോവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഇവള് വേഗം പോയത് വിഷ്ണുവിന്റെ ആയിരുന്നു. അങ്ങനെ വിഷ്ണു സാറിനോട് പറഞ്ഞു, വിഷ്ണു സാറേ, അവള് വിഷ്ണു എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു എന്നെ കൊണ്ടുവിടാൻ ആരുമില്ല. അപ്പൊ തന്നെ മാഷിന്റെ മനസ്സിൽ ആ ഒരു ലഡ്ഡു പൊട്ടി. ആ ദിലീപിന്റെ ഫിലിമിലൊക്കെ ലൈറ്റ് പോകുന്നില്ലേ, അതേപോലെ മാഷിന്റെ മനസ്സിൽ അങ്ങോട്ട് ലൈറ്റ് പോയി. അതായത് ഇത് പറ്റിയ അവസരം. മാഷാണെങ്കിൽ നല്ല മൂഡിലായിരുന്നു. കാരണം അവിടെയുള്ള പെൺകുട്ടികളും ഒക്കെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് തുള്ളി ഡാൻസ് കളിച്ചതായിരുന്നു ഈ മാഷിൻ്റെതും എല്ലാവർക്കും അറിയാമെങ്കിലും ഇദ്ദേഹം അത്യാവശ്യം നല്ല മസിലും നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഗേൾസും കുറച്ചൊക്കെ ഇദ്ദേഹത്തിന് വിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഷർട്ടും ഒക്കെ തന്നെ നനഞ്ഞ് വയർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബൈക്കുണ്ട്, നമുക്ക് ബൈക്കിൽ ഒപ്പരം പോവാം. അങ്ങനെ അവളെ പറഞ്ഞു, എന്തിനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നിന്നെ എവിടെ ഇറക്കണ്ടേ? അപ്പൊ പറഞ്ഞു, എൻ്റെ ചങ്ങായിയുടെ റൂമുണ്ട്, അവിടേക്ക് ഇറക്കിയാൽ മതിയെന്ന്. അങ്ങനെ അവൾ എന്താക്കി, അവളുടെ ചങ്ങായി, ഞാൻ പറഞ്ഞല്ലോ ചങ്ങായി ഉണ്ട്, പക്ഷെ ഫ്രണ്ടിൽ നിന്നും നേരെ ബാക്കിൽ നിന്നും കുത്തുന്ന. അങ്ങനെ അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒറ്റൊരു ചങ്ങായി ഉണ്ടായിരുന്നു, അസിക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ റൂമിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമിലോട്ടേക്ക് പോവാനുള്ള ഏർപ്പാടിലായിരുന്നു. അങ്ങനെ ഇവൾ വേഗം തന്നെ ആ ബൈക്കിൽ കയറി ആ വിഷ്ണുവിന്റെ അടുത്തൊന്നിരിക്കുമ്പോൾ തന്നെ വിഷ്ണുവിന്റെ ലഡ്ഡു എല്ലാം ഒന്ന് പൊങ്ങി. വിഷ്ണുവിന് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. വിഷ്ണു പറഞ്ഞു, അതെ, എന്താന്ന് വെച്ചാല് ഭയങ്കര വേർപ്പ്, എനിക്ക് എന്തായാലും റൂമിൽ പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നമുക്ക് വേഗം പോയി റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നാലോ. പക്ഷെ ഇവൾക്ക് ആദ്യം തന്നെ കത്തിയില്ല. അവള് പറഞ്ഞു, ആ ഓക്കെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ, ഞാൻ റൂമിന്റെ പുറത്തിരിക്കാം. ഓക്കെ എന്ന് പറഞ്ഞു. റൂമിന്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റൂമിന്റെ പുറത്തിരിക്കാണ്, എനിക്ക് പേടിയാണ്, എന്തായാലും നീ എന്റെ കൂടെ വന്നല്ലേ, നിന്റെ സുരക്ഷ ഞാൻ
മാത്രമല്ല 1, 2, 3 മാസത്തേക്കല്ല, 6 മാസത്തേക്ക് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. 500 രൂപ പേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ വരും, അപ്പം തന്നെ നിങ്ങൾ സ്കാനർ ഇടും, അപ്പം നിങ്ങൾ പേ ചെയ്താൽ അടുത്ത ഓൺലൈനിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. വീഡിയോ കോള്, വീഡിയോസ്, ഗേൾസ് ചാറ്റ്, ഫോട്ടോസ്, പിന്നെ ഇതുപോലുള്ള കഥകൾ പച്ചക്ക്, പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ട്, അതിൽ നല്ല കഥകൾ വരും. എന്നാലും വാട്സപ്പിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്ക് കഥ കിട്ടുന്നത്. അപ്പം 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കാണാം, ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.